ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കുന്നത് ചിന്തിച്ചപ്പോഴാണ് ലണ്ടൻ ചോക്ലേറ്റ് സ്ട്രോബെറി ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. സംഭവം വളരെ എളുപ്പമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി ഉണ്ടാക്കി കൊടുത്തപ്പോൾ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സ്ട്രോബെറി ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും അല്പം ഉപ്പുവെള്ളത്തിൽ കലക്കിയിട്ടിട്ട് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ നന്നായി കഴുകിയെടുത്ത് അതിൻ്റെ ഇലയൊക്കെ കളഞ്ഞിട്ട് ഞാൻ സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പകുതിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറീസിന് പൊതുവെ മധുരം കുറവായിരിക്കും. അതുകൊണ്ട് വെറുതെ കഴിക്കുന്നതിനേയും കാട്ടിയും ടേസ്റ്റ് കൂടുതൽ അല്പം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. അങ്ങനെ എല്ലാ സ്ട്രോബെറിയും ഞാനിതുപോലെ പകുതിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ളതൊക്കെ 4 പീസാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കണം. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ബാറാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണിൽ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചോക്ലേറ്റും ബട്ടറും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഡബിൾ ബോയിൽ ചെയ്യുമ്പം ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളോ എടുക്കുന്നതായിരിക്കും നല്ലത്. ചോക്ലേറ്റ് മെൽട്ടായിട്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് സ്ട്രോബെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് മിൽക്ക് ചോക്ലേറ്റ് എടുക്കുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചോക്ലേറ്റൊക്കെ ഏകദേശം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പം പാലിന് പകരം പാൽപ്പൊടി ചേർത്താലും മതിയാവും. അങ്ങനെ ചോക്ലേറ്റ് ഫുള്ളായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ചോക്ലേറ്റ് സിറപ്പ് നമുക്ക് ചൂടോടെ തന്നെ സ്ട്രോബെറിയിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള സ്ട്രോബെറിക്ക് കണക്കായിട്ടുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈക്വലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്ട്രോബെറിയുടെ മുകളിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സ്ട്രോബെറിയിൽ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഒരു പക്ഷേ മിൽക്ക് ചോക്ലേറ്റിനെയും കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചോക്ലേറ്റ് കഴിക്കാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ സ്ട്രോബെറി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലത്തെ ലണ്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്ട്രോബെറി ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.